സ്റ്റോക്ക് മാർക്കറ്റിലെ വിവിധ തരം ഓർഡർ ടൈപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ പ്ലേലിസ്റ്റിലെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് സെറോദയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള കൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സ്റ്റോക്കിനെ ബൈ ചെയ്ത സ്റ്റോക്കിനെ എങ്ങനെ വിൽക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ സെറോദയുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫണ്ട്സ് എന്ന് പറയുന്നൊരു ഭാഗം കാണാൻ പറ്റും. ഇവിടെ ആഡ് ഫണ്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ UPI ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ ആഡ് ചെയ്ത ശേഷം നമ്മുടെ മെയിൻ സ്ക്രീനിലേക്ക് വരാം. ഇവിടെ വാച്ച് ലിസ്റ്റ്, വാച്ച് ലിസ്റ്റിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിനെ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. വാച്ച് ലിസ്റ്റ് 1, 2, 3 ഇങ്ങനെ പല രീതിയിൽ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കതിലേക്ക് സ്റ്റോക്കിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ തൊട്ട് താഴെ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡേഴ്സുകളൊക്കെ ഇവിടെയാണ് കാണുക. ദെൻ പോർട്ട്ഫോളിയോ, നമ്മൾ ലോങ് ടേമിലേക്ക് വാങ്ങിയ സ്റ്റോക്ക് ഇവിടെ കാണിക്കും. ദെൻ പൊസിഷൻസിൽ നമ്മൾ ഇൻട്രാഡേയിലോ മറ്റോ വാങ്ങിയ സ്റ്റോക്കുകളൊക്കെ പൊസിഷൻസിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ SBI എന്ന് പറയുന്ന എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്ക് SBIN എന്നാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് നെയിം. SBIN ആണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്തെടുക്കാം. SBIN എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതല്ല എങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫോണിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യണോ സെൽ ചെയ്യണോ എന്നുള്ള വിൻഡോ വരും. ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്താണ് വരുന്നത് എന്ന് കാണുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 832 രൂപയാണ് ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ പ്രൈസ്. ഞാൻ ബൈ ചെയ്യാനായിട്ട് ബൈയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തിൻ്റെ ഓർഡർ വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിൽ വരുന്ന സമയത്ത് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരിക. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് പ്രൈസിൽ, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള 832 രൂപ 30 പൈസക്കാണ് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, നമുക്കിവിടെ പ്രത്യേകിച്ച് പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഇവിടെ എത്രയാണോ മാർക്കറ്റ് പ്രൈസ് അതിൽ നമുക്ക് ബൈ ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്വാണ്ടിറ്റി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ കണ്ടോ, എനിക്ക് പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ നമുക്ക് ലിമിറ്റ് പ്രൈസ് ഉപയോഗിച്ചിട്ടാണ് ബൈ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലിമിറ്റ് പ്രൈസ് ഉപയോഗിച്ചിട്ട് ബൈ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഞാനിവിടെ ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ മറ്റു സെറ്റിങ്സിലൊന്നും ചേഞ്ചസ് വരുത്തേണ്ട. മാർക്കറ്റ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ എന്തിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നമുക്ക് വേണ്ട എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇൻട്രാഡേയിൽ ബൈ ചെയ്യണോ ലോങ് ടേമിലേക്ക് ബൈ ചെയ്യണോ എന്നുള്ളതാണ്. ഞാൻ ലോങ് ടേം ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വേണ്ടി വരുന്ന എമൗണ്ട് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രാഡേ ആണെങ്കിൽ വേണ്ടി വരുന്ന എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻട്രാഡേയിലാണ് SBI ബാങ്കിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു. ദെൻ മാർക്കറ്റ് പ്രൈസിൻ്റെ അവിടെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാനില്ല. ഇൻട്രാഡേ ആണോ ലോങ് ടേം ആണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. വേണ്ടി വരുന്ന മാർജിനും അതുപോലെ തന്നെ ചാർജസും ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഓർഡർ അവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് കംപ്ലീറ്റ് ആയ ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിൽ അവിടെ കിടക്കുന്നുണ്ടാവും. എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു, കാരണം നമ്മളിത് മാർക്കറ്റ് പ്രൈസിലാണ് ബൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരാണോ സെല്ല് ചെയ്യാനുള്ളത് അയാളുമായിട്ട് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ട് നേരെ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വന്നു കഴിഞ്ഞാൽ പൊസിഷൻസിൽ കാണിക്കും. നമ്മൾ ഇൻട്രാഡേയിൽ വാങ്ങിയ സ്റ്റോക്കുകളൊക്കെ പൊസിഷൻസിലാണ് കാണിക്കുക. ഇനി നമ്മൾ ഇൻട്രാഡേയിൽ ഡെലിവറി എടുത്തിട്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ ദിവസം ഇൻട്രാഡേയിൽ കാണിക്കും. നെക്സ്റ്റ് ഡേ നമ്മുടെ ഹോൾഡിങ്സിലേക്ക് ആ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ SBI ബാങ്കിൻ്റെ സ്റ്റോക്ക് ഇല്ല. നെക്സ്റ്റ് ഡേ ഞാനിത് ഡെലിവറി എടുത്തിട്ടായിരുന്നു എങ്കിൽ നെക്സ്റ്റ് ഡേ എൻ്റെ ഹോൾഡിങ്സിൽ സ്റ്റോക്ക് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കൊരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി ഞാനിപ്പോൾ പ്ലേസ് ചെയ്തത് ഒരു ഇൻട്രാഡേ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ എനിക്കത് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എക്സിറ്റ് ചെയ്യണം, അതായത് സ്ക്വയർ ഓഫ് ചെയ്യണം. സെറോദയുടെ ഓട്ടോ സ്ക്വയർ ഓഫ് ടൈം ആയിട്ടുള്ള 3:20 മുമ്പായിട്ട്, വൈകുന്നേരം 3:20 മുമ്പായിട്ട് എനിക്ക് ഈ പൊസിഷനെ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ ബ്രോക്കർ അത് ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യും.
ബ്രോക്കർ ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ചാർജസ് വരും. അപ്പോൾ ഇൻട്രാഡേ ഓർഡർ ആണ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 3:15 3:20 മുമ്പായി വന്നിട്ട് നമ്മുടെ ഓർഡർ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമുക്ക് ബൈ ചെയ്ത ഓർഡറിനെ എക്സിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. നേരെ നമ്മുടെ പൊസിഷൻസിൽ തന്നെ വരിക. പൊസിഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ പ്രൈസിൽ നിന്ന് സ്റ്റോക്ക് താഴേക്ക് വന്നതുകൊണ്ട് ഇവിടെ ലോസിൽ കാണിക്കുന്നുണ്ട്. എനിവേ എങ്ങനെ നമുക്കിത് എക്സിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ജസ്റ്റ് SBI ബാങ്കിൽ നമ്മൾ ആ സ്ക്രിപ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് എന്നുള്ളൊരു വിൻഡോ വരും. ഇവിടെ കൂടുതൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡിൽ ക്ലിക്ക് ചെയ്യാം. അല്ല, നിലവിലുള്ള പൊസിഷൻ എക്സിറ്റ് ചെയ്യാനാണെങ്കിൽ എക്സിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ എക്സിറ്റ് ചെയ്യാനുള്ള സെല്ല് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. നമ്മുടെ കയ്യിൽ ആൾറെഡി ഒരു ബൈ പൊസിഷൻ ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് എക്സിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സെൽ ഓർഡർ ആയിരിക്കും. ഓക്കെ, ദെൻ മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ക്വാണ്ടിറ്റി സെയിം ക്വാണ്ടിറ്റി തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവും. ദെൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇൻട്രാഡേ തന്നെ ചൂസ് ചെയ്യുന്നു. മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് പോകണം. ദെൻ ഞാനിവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലായി. ഓക്കെ, ഇനി എൻ്റെ പൊസിഷൻസിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, നെറ്റ് ക്വാണ്ടിറ്റി 0. ഞാൻ SBI ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്തു, ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്തു, നെറ്റ് ക്വാണ്ടിറ്റി 0. ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഓർഡേഴ്സിൽ വന്ന് നോക്കിയാൽ മതി. എന്താ ഞാൻ ബൈ ചെയ്ത പ്രൈസ്, ബൈ ചെയ്ത ടൈമൊക്കെ ഇവിടെ കാണിക്കും. ദെൻ സെല്ല് ചെയ്ത പ്രൈസും ടൈമും ഒക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം സെല്ല് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രാഡേയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കിനെ ഷോർട്ട് സെല്ല് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇതാ എൻ്റെ വാച്ച് ലിസ്റ്റിൽ NTPC എന്ന് പറയുന്നൊരു സ്റ്റോക്ക് ഉണ്ട്. എനിക്കിതിനെ ഷോർട്ട് സെല്ല് ചെയ്യണം. എൻ്റെ കയ്യിൽ ഈ സ്റ്റോക്ക് ഇല്ല. ഞാൻ ഇൻട്രാഡേയിൽ സെല്ല് ചെയ്യാനും നമുക്ക് പറ്റും. ഞാനിവിടെ സെല്ല് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇൻട്രാഡേയിൽ മാത്രമേ ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്വാണ്ടിറ്റി 1 എന്ന് കൊടുക്കുന്നു. മാർക്കറ്റ് പ്രൈസിൽ തന്നെയാണ് ഞാൻ സെല്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഞാനിവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഓർഡർ അവിടെ സെല്ലായി. അഗൈൻ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി ഞാനിപ്പോൾ സെല്ല് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് NTPCയുടെ. എൻ്റെ പൊസിഷൻസിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ NTPC ക്വാണ്ടിറ്റി -1 ഞാനൊരു ക്വാണ്ടിറ്റി ഇവിടെ സെല്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി NTPCൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ബൈ ചെയ്യാം. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇൻട്രാഡേയിൽ ഷോർട്ട് സെല്ല് ചെയ്ത പൊസിഷനെ നമുക്ക് അതേപോലെ തന്നെ എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നേരെ നമ്മുടെ പൊസിഷൻസിൽ വരുന്നു, അവിടെ ക്ലിക്ക് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യാനുള്ള വിൻഡോ വരുന്നു. നമ്മുടെ കയ്യിലുള്ളത് ഷോർട്ട് ചെയ്തൊരു പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബൈ ഓർഡർ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ വന്നിട്ട് ബൈ ചെയ്യുന്നു. ഓക്കെ, ആ ഓർഡർ അവിടെ എക്സിറ്റ് ആയി. ഇനി നമ്മൾ ഡെലിവറി എടുത്തിട്ടായിരുന്നുവെങ്കിൽ, ഇത് ഡെലിവറി ഓർഡർ ആണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മുടെ ഹോൾഡിങ്സിലേക്ക് വരും. ഹോൾഡിങ്സിലുള്ള സ്റ്റോക്ക് നമുക്ക് എങ്ങനെ സെല്ല് ചെയ്യാം, സെയിം പ്രൊസീജിയർ തന്നെയാണ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ള വിൻഡോ വരും. ദെൻ മാർക്കറ്റ് പ്രൈസ് ചൂസ് ചെയ്തിട്ട് ഞാൻ സെല്ല് ചെയ്യാനായിട്ട് പോകുന്നത് സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോങ് ടേം ഹോൾഡിങ്സ് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഓതറൈസേഷൻ കൊടുക്കണം. നമ്മൾ അറിവോട് കൂടിയിട്ട് തന്നെയാണ് സെല്ല് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഓതറൈസേഷൻ കൊടുക്കണം. ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു TPIN ഉണ്ടാവും. നമ്മുടെ ഡെപ്പോസിറ്ററിയിൽ നിന്ന് ആ സ്റ്റോക്ക് സെല്ല് ചെയ്യാനായിട്ട് ഒരു TPIN വെരിഫിക്കേഷൻ കൊടുക്കണം. ഇത് നമുക്കറിയാവുന്ന ഒരു TPIN ആയിരിക്കും. ഈ TPIN നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിലിൽ വന്നിട്ടുണ്ടാവും. ഇനി അല്ല എങ്കിൽ TPIN നിലവിൽ കയ്യിലില്ല എങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് TPIN ജനറേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പുതിയൊരു TPIN ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ലോങ് ടേം ഹോൾഡിങ്സ് സെല്ല് ചെയ്യുന്ന സമയത്ത് അവിടെ TPIN എന്ന് പറയുന്ന ഒരു ഓതറൈസേഷൻ വേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലോങ് ടേം ഹോൾഡിങ്സ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് പൊസിഷൻസിൽ വരും. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസുകൾ ഇങ്ങനെ മാറി മറിയുന്നത് കാണാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ടാറ്റ സ്റ്റീലിൻ്റെ 2 സ്റ്റോക്കിൻ്റെ ലോങ് ടേം ഹോൾഡിങ്സ് നിന്ന് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പൊസിഷൻ ടാബിൽ കാണിക്കും. അപ്പോൾ അത് അവിടെ വരുന്നത് കൊണ്ട് പുതിയൊരു ഷോർട്ട് ചെയ്ത പൊസിഷനാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ലോങ് ടേം ഹോൾഡിങ്സ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻസിൽ വരും. ദെൻ നെക്സ്റ്റ് ഡേ ആവുന്ന സമയത്ത് പൊസിഷൻ ആ സ്റ്റോക്ക് പോയിക്കോളും. ആ പൊസിഷൻസിൽ കാണിക്കുന്ന പ്രോഫിറ്റോ ലോസോ ഒന്നും നമ്മുടെ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആവില്ല. എത്ര രൂപക്കാണോ നമ്മൾ സെല്ല് ചെയ്തത്, ഹോൾഡിങ്സ് സെല്ല് ചെയ്തത്, സെയിം എമൗണ്ടിന് തന്നെ സെല്ലായി പോയിക്കോളും. സോ സെറോദയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള കൈറ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം, ലോങ് ടൈം ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കിനെ സെല്ല് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെ ലിമിറ്റ് ഓർഡറും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡറിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ആ വീഡിയോയിലൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.